കേക്കാ. ഇതിന്റെ പിന്നിൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട്. എന്താണെന്നറിയോ? പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ലോകത്തിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുവല്ലേ ദിവസവും. അപ്പ എന്താ ഒന്നും പറയാതെ? അപ്പയ്ക്ക് എനിക്ക് അറിയാം. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ അടുക്കളയിൽ ക്യാമറ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കത്തിയിരിക്കട്ടെന്നോർത്ത് ചെയ്തപ്പോഴും അങ്ങനെ വന്നു. അങ്ങനെയാണ് കത്തിച്ചോ. ഇതെന്നാ മതി മതി കത്തിയില്ല. പിന്നെ ബീഹൈവിന്റെ ഹണി കേക്ക് ആട്ടോ. ബീഹൈവ് ഇതിലുണ്ടല്ലേ? ലുലുന്നാണോ? ബീഹൈവ് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഇതാ ബീഹൈവിന്റെ ഹണി ക്ലാസിക് റഷ്യൻ അതെ ഹണി കേക്ക്. ഇത് പണ്ട് ഏഞ്ചലിന്റെ അശ്വിൻ കൊണ്ടുവന്നിട്ട് അപ്പയൊക്കെ ചെന്നപ്പോ ഇവിടെ കട്ട് ചെയ്തു എന്ന് പറഞ്ഞു. വലിയ കേക്കാ. അതെ 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 അതെ. വീഴും ഇപ്പൊ തന്നെ. അപ്പൊ ഉരുകി വീഴും. എന്തിന്റെയാണെന്ന് പറഞ്ഞേരെ. അത് നമുക്ക് അപ്പയോട്ട് പറയാം. അമ്മ നടുക്കുന്നോ? ഇതില്ലേ ഇത് ഊത് സ്റ്റാർട്ട് ചെയ്തോ? സ്റ്റാർട്ട് വീഡിയോ തുടങ്ങുക. പറ കേക്ക് എന്തിന്റെയാന്ന് പറയണം. കേക്ക് ഞങ്ങളുടെ ചാനല് തുടങ്ങിയിട്ട് 300K ക്രോസ് ചെയ്തു. അപ്പൊ അതിന്റെ 3 ലക്ഷം അതിന്റെ സന്തോഷ സൂചകമായിട്ട് ഒരു ചെറിയ പീസ് കേക്കിന്റെ പേര് റഷ്യൻ ഹണി കേക്ക്. ഹണി കേക്കിന്റെ ഒരു ചെറിയ പീസ് മേടിച്ച് മധുരം പങ്കുവെക്കുവാണ്. ഇതിലൂടെ പ്രേക്ഷകർക്കും എല്ലാം ഈ മധുരം ഞങ്ങൾ സെർവ് ചെയ്തതായിട്ട് നിങ്ങൾ കരുതുക കേട്ടോ. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഇതിലേക്ക് വന്നത്. നേരിലും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണം എല്ലാം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോ ഈ കേക്ക് ഒരു സ്പെഷ്യൽ കേക്കാ. ഇതിന്റെ പിന്നിൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട്. എന്താണെന്നറിയോ? പണ്ട് ഏതോ ഒരു രാജ്യത്ത് പുറം നാട്ടിലാണ്. അവിടെ വെച്ച ഒരു പ്രിൻസസ് ഒരു പുതിയ ഷെഫിനെ അപ്പോയിന്റ് ചെയ്തു. അപ്പൊ ഈ പ്രിൻസസിന് ഹണിയുടെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമല്ല. ഹണി ഇഷ്ടമല്ല. പക്ഷെ ഷെഫിന് ഇത് അറിയില്ലായിരുന്നു. ഷെഫ് അതറിയാതെ ഹണി വെച്ചൊരു കേക്ക് ഉണ്ടാക്കി പ്രിൻസസിന് കൊടുത്തു. അത് വളരെ ഡെലീഷ്യസ് ആയിട്ട് ആ പ്രിൻസസ് അത് കഴിച്ചു. അവിടെയാണ് ഈ റഷ്യൻ ഹണി കേക്കിന്റെ ഉത്ഭവം എന്ന് ഞാൻ കേട്ടിട്ടുള്ളതാണ്. കൂടുതൽ എനിക്ക് അറിയില്ല കേട്ടോ. എവിടെയോ വായിച്ചറിഞ്ഞ ഒരു അറിവാണ്. അപ്പൊ ബീഹൈവിന്റെ നമ്മളിവിടെ വാങ്ങിയിരിക്കുന്നത് കുഞ്ഞൊരു പീസാട്ടോ മേടിച്ചത്. ഒരുപാടൊന്നും അങ്ങനെ വലിയൊരു സെലിബ്രേഷനിലേക്കൊന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. ചെറിയൊരു മധുരം ഒന്ന് എല്ലാവരായിട്ടൊന്ന് പങ്കുവെക്കുക. പിന്നെ നമ്മുടെ ചുറ്റും ഒരുപാട് അത്ര നല്ല വാർത്തകളൊന്നും നടക്കുന്നില്ലല്ലോ. ഇപ്പൊ എപ്പോഴും ദുരിതവും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ലോകത്തിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുവല്ലേ ദിവസവും. അപ്പൊ അത് കാരണം അത്ര വലിയ ഇതൊന്നും നമുക്കില്ല. ഒരു ചെറിയ മധുരം പങ്കുവെക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പ എന്താ ഒന്നും പറയാതെ? അപ്പയ്ക്ക് പ്രധാന ഭാരവാഹികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഇടയില് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. അപ്പൊ ഈ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ ഈ പൂർത്തിയാക്കിയ ഈ ഒരു സന്ദർഭത്തില് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണവും സ്നേഹവും കരുതലും നൽകിയതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി നിങ്ങളോട് അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ എല്ലാ സജീവമായ സഹകരണങ്ങളും സഹായങ്ങളും ഉണ്ടാകണമെന്ന് പ്രത്യേകമായി സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയോട് ചെയ്യുന്നു. ഇനിയിപ്പോൾ കേക്ക് മുറിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. കേക്കിന്റെ പീസ ആദ്യം ഊത, അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ ഊതിക്കും. അപ്പം കൂടിക്കോ ഊത. നിങ്ങളല്ലേ ഇതിന്റെ രണ്ടുപേരല്ലേ ഇതിന്റെ ആൾക്കാര്. എന്നാലും എല്ലാവരും കൂടെ ഊത. എനിക്ക് ഊതാൻ അറിയാം. സംശയം എടുത്ത് മാറ്റാം. ഇനി നമുക്ക് സംസാരിക്കാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ മെഴുകു മുഴുവൻ അതിലേക്ക് ഉരുകി വീഴും. അപ്പൊ ഈ കേക്ക് അപ്പ കഴിച്ചിട്ടുണ്ടോ? ഞാനും അങ്ങനെ കഴിച്ചിട്ടുണ്ട്. ഏഞ്ചലിന്റെ വീട്ടിൽ ചെന്നപ്പോ അശ്വിൻ കൊണ്ടുവന്ന ഹസ്ബൻഡിന്റെ കസിൻ സിസ്റ്റർ കുഞ്ഞിനാമ കൊച്ചോങ്ങടെ മോളുടെ മോൻ
വന്നപ്പോൾ കൊണ്ടുവന്നെന്നും പറഞ്ഞ് അവിടെ ചെന്നപ്പോൾ കഴിച്ചതാട്ടോ, മറന്നു പോയിട്ടാണ്. ഇവിടെ കട്ട് ചെയ്തായിരുന്നു ക്രിസ്മസ് സമയത്ത് വന്നപ്പോൾ. അവൻ വന്നപ്പോൾ ആ കേക്ക് കൊണ്ടുവന്ന് കട്ട് ചെയ്ത് കഴിച്ചതാണ്, അത് വിട്ടുപോയതാണ്. അപ്പൊ ഈ കേക്കിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് നേരത്തെ പറഞ്ഞ പോലെ ഹണിയാണ്. പിന്നെയും ഉണ്ട് അതർ ഇൻഗ്രീഡിയൻസ്, ചീസ്, അങ്ങനെ ഇതിനകത്തുണ്ട് പല ഇൻഗ്രീഡിയൻസും ഉണ്ട് ഇതിനകത്ത്. ബീഹൈവിന്റെ ഹണി, ബട്ടർ, തിക് ക്രീം, എഗ്, അങ്ങനെ വീറ്റ് ഫ്ലോർ, അങ്ങനെ പല പല ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും ഒരു ഡെലീഷ്യസ് കേക്ക് ആണെന്ന് ഒരുപാട് പറഞ്ഞു കേട്ടറിവേ ഉള്ളൂ. ഇതിപ്പോ ക്ലാസിക് ഫ്ലേവർ ആണ് ഞാൻ എടുത്തേക്കണേ. വേറെ അവിടെ പല പല ഫ്ലേവർ ഉണ്ടായിരുന്നു കേട്ടോ. സാഫ്രൺ ഉണ്ടായിരുന്നു, കോഫി ഉണ്ടായിരുന്നു, പിന്നെ പിസ്തയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ക്ലാസിക് ആണ് അതിന്റെ ഒരു ഒത്തന്റിക് കേക്ക് എന്ന് ഞാൻ കേട്ടേക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് എടുത്താണ് കേട്ടോ. ഇനി കട്ട് ചെയ്താലോ? കട്ട് ചെയ്യാണോ സ്പൂൺ കൊണ്ടാണോ എടുക്കുന്നത്? ആ, അതും എടുക്കാം. പക്ഷെ നമുക്ക് ഇതിന് കട്ട് ചെയ്യണം നല്ലത്. ആ, ഈ ഒരു അവസരം ആയതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണായിരിക്കും നല്ലത്. തൊട്ട് നോക്കിയാൽ നല്ല സോഫ്റ്റ് കണ്ടോ? ബാ മുറിക്കാം. ഇപ്പൊ എങ്ങനെയാ മുറിക്കണ്ട? ഹാപ്പി 300K. അമ്മ ഇച്ചിരി ഗൗരവത്തിലാണ് നിൽക്കണേ. കറക്റ്റ് സൈസ് ആട്ടോ നമുക്കിത് കഴിക്കാനായിട്ട്. ഒരുപാട് നമ്മൾ മധുരം കഴിച്ചു എന്നുള്ള ഫീലിംഗും ഇല്ല. എന്നാ പാകത്തിനുണ്ട്. അതെ അതെ അതെ. അപ്പൊ ചെറിയൊരു സെലിബ്രേഷൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അപ്പൊ നമ്മളൊരു 300K ആകുമ്പോ നമ്മൾ എന്തായാലും ചെറിയൊരു സെലിബ്രേഷൻ വേണമല്ലോ. കാരണം ഇത്രയും നാള് നമ്മുടെ കൂടെ നിന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സും പുതിയതായിട്ട് വരുന്നവർക്കും എല്ലാവർക്കും നമ്മളൊരു സ്നേഹം പങ്കുവെക്കലാണത്. ഇതിപ്പോ മുറിക്കൽ എളുപ്പമായല്ലോ. ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ ഒട്ടും എക്സ്പേർട്ട് അല്ലാന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാട്ടോ. അതിന്റെ എക്സ്പേർട്ട് അപ്പയാണ് എപ്പോഴും. ഇനി ഒരു വലിയ പീസ് അങ്ങ് എടുത്തോ. എനിക്ക് വലുതുണ്ട. ഞാനത് എങ്ങനെയൊക്കെയാന്ന് വെച്ചാൽ ചെയ്യാം. ഇതിന് എനിക്ക് തോന്നുന്നത് 8 ലെയറുകളുണ്ട്. ലെയറുകളൊന്നും മുറിയാതെ തന്നെ വേണം എടുക്കാൻ. 1 2 3 4 5 6 7 8 ഉണ്ട്. 8 ലെയറുകളാണ് ഈ കേക്കിന്. എന്നാ നീ ആദ്യം കഴിച്ചു. വെരി യമ്മി കേക്ക്. ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത്. ഞാൻ കട്ട് ചെയ്യാം. പ്രേക്ഷകർക്ക് തരാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ തന്നതായിട്ട് അസ്യൂം ചെയ്യുന്നത് കേട്ടോ. തന്നതായിട്ട് കരുതുക, ഞങ്ങളുടെ സ്നേഹത്തിന്റെ പ്രതീകമായിട്ട് കരുതുക. അപ്പൊ ഞങ്ങൾ കഴിച്ചു നോക്കിയും മധുരം അധികം ഇല്ല, പക്ഷെ നല്ല ബട്ടറിന്റെയും എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റാ. ഭയങ്കര ഒരു ഡിഫറെന്റ് ഫ്ലേവർ അല്ലേ സാധാരണ കഴിക്കുന്ന കേക്കുകളിൽ നിന്നും. അതെ അതെ അതെ. അപ്പൊ ഇനിയും ഞങ്ങളോടൊപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അമ്മ സ്വയം കഴിക്കാം. ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാ. അതെ അതെ അതെ. ഇതാകുമ്പോ നമ്മള് വേഗം തീരും. നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഈ ചാനൽ എന്ന് പറയുന്നത്, ഞാൻ ഇവരോട് മോമിനോടും മകളോടും എപ്പോഴും പറയാറുണ്ട്, ഇതൊരു സാധാരണക്കാരന്റെ ചാനലായിട്ട് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കഴിയുന്നതും കാണിക്കാനായിട്ട് ശ്രമിക്കാറുള്ളത്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ അടുക്കളയിൽ ക്യാമറ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന സാധാരണ കാഴ്ചകളാണ് നമ്മൾ എപ്പോഴും അവതരിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ശ്രമിക്കാറുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ലളിതമായ പാചകങ്ങളും നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ പരിചയിച്ചിട്ടുള്ള രുചിക്കൂട്ടുകളുമാണ് നമ്മൾ കഴിയുന്നതും കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ 100% സത്യസന്ധമായിരിക്കണം ഇതിൽ പറയുന്ന വിവരങ്ങളെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ സത്യസന്ധവും ആത്മാർത്ഥവുമായിട്ടുള്ള വിവരങ്ങൾ മാത്രമേ ഇതിലൂടെ നമ്മൾ പറയാവൂ എന്ന് ഞാൻ പ്രത്യേകം പറയാറുണ്ട്. അത് ഇതുവരെ പാലിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തുടർന്നുള്ള യാത്രകളിലും അത്തരത്തിലുള്ള ഒരു സമീപനമായിരിക്കും നമ്മൾ എടുക്കുക. ഒരു സാധാരണക്കാരൻ്റെ അടുക്കളയിൽ കാണുന്ന രസകരമല്ലാത്തതുമായ സാധാരണ കാഴ്ചകൾ, അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരുടെയും സഹകരണങ്ങൾ വീണ്ടും തുടർന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനായിട്ട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും ഈ കേക്ക്
ഇത് മാറ്റിക്കോ, നമുക്ക് എല്ലാവർക്കും ആയിട്ട് അവർക്ക് തന്നെ സമർപ്പിക്കാം. ആദ്യമായിരുന്നു ചെയ്യേണ്ടത്, പക്ഷെ ഇത് കൊതി പിടിച്ചിട്ട് നിൽക്കാത്തോ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമർപ്പിക്കണം. അപ്പൊ മേലിലും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കേട്ടോ. പിന്നെ യാതൊരു കലർപ്പുമില്ല, യാതൊരു എന്നാ ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ ഓപ്പണായിട്ട് കുക്കിംഗ് കാണിക്കുന്നു, ചെയ്യുന്നു, സംസാരിക്കുന്നു, ഡ്രസ്സ് ചെയ്യുന്നു, പുറത്തേക്ക് പോകുന്നു. പല സബ്സ്ക്രൈബേഴ്സും പല ഭാഗങ്ങളിൽ വെച്ച് നമ്മളെ കണ്ട് ഏറ്റവും ആദ്യം പറയണം, ഒരിക്കലും അറിയില്ലാത്ത ആൾക്കാരാണ് ഞങ്ങളെ വന്ന് പരിചയപ്പെടുന്നത്. ഞങ്ങളെ എന്നും നിങ്ങൾ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളെ കാണുമ്പോൾ. പക്ഷെ ഞങ്ങൾ കാണുന്നില്ലല്ലോ നിങ്ങളെ. പക്ഷെ അവരെല്ലാം പറയണ ആ വാക്കുകൾ ഞങ്ങൾക്ക് മേലിലും ഭയങ്കര പ്രചോദനമാണ്. ഈ ഹസ്ബൻഡ് ഇപ്പോൾ പറഞ്ഞതുപോലെ യാതൊരു കലർപ്പും ഇല്ലാതെയാണ് ഞാൻ എല്ലാം അവതരിപ്പിക്കുന്നത്. ഒരുവിധം ഞങ്ങളെ കാണുന്ന എല്ലാ വ്യൂവേഴ്സിനും അറിയാൻ പറ്റുമെന്ന് ഞാൻ കരുതണം, സ്ഥിരമായിട്ട് കാണുന്നവർക്ക്. പിന്നെ പലർക്കും പല രീതിയിലുള്ള വ്യത്യസ്തമായ ജീവിത പശ്ചാത്തലങ്ങളായിരിക്കുമല്ലോ. ഞങ്ങളൊരു സാധാരണ നിലവാരത്തിലെ സാധാരണ നമ്മുടെ പരിസരവും നമ്മുടെ വീടും നമ്മുടെ ഇതെല്ലാം നമ്മുടെ കിച്ചണിൽ പാചകവും എല്ലാം കാണിക്കുന്നു. ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഒരിക്കലും ആ ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവരെല്ലാവരും നമ്മളോട് കാണിക്കുന്ന പ്രത്യേകമായ സ്നേഹവും കരുതലും അത് നമ്മളെ വളരെയേറെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും അവരുടെ സ്നേഹാശംസകളും കരുതലുകളും നമ്മളോട് നിർബാധം അവർ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുക പോലും ചെയ്യാത്ത ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിലും നമ്മളോട് കാണിക്കുന്ന ഈ പ്രത്യേക സ്നേഹത്തിനും കരുതലിനും വളരെയേറെ വലിയ വിലയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതിന് പ്രത്യേകമായ നന്ദി ഒരിക്കൽ കൂടി നമ്മൾ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. തുടർന്നും അത് ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. പുറത്ത് വെക്കണത് അത്ര നല്ലതല്ല. അപ്പൊക്കെ തിന്നണമെങ്കിൽ ഇപ്പൊ ഒരു പീസ് മതി എടുത്തോന്നു. ഇത് മധുരയില്ല. ഇഷ്ടമാണെങ്കിൽ ഞാൻ വേറെ ഒന്നും നോക്കൂല. ഇഷ്ടമാണെങ്കിൽ പിന്നെ ഇത് വയറിന് കേടധികം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അസിഡിറ്റിയുടെ വിഷയമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതി ഞാൻ 2-3 ചെറിയ പീസുകൾ ഉള്ളിലാക്കിയിട്ടുണ്ട്.